ഗാസയെ നെടുകെ പിളർന്ന് ഇസ്രായേലി സൈന്യം. ഗാസയെ വടക്കൻ ഗാസയെന്നും തെക്കൻ ഗാസയെന്നും രണ്ടായി തിരിച്ച് ഗാസ സിറ്റിയെ സമ്പൂർണ്ണമായി വളഞ്ഞിരിക്കുന്ന ഇസ്രായേലി സൈന്യം കരയുദ്ധത്തിലെ ഏറ്റവും നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഇസ്രായേലിന്റെ മുതിർന്ന സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി. യുദ്ധം തുടങ്ങി ഇതുവരെയുള്ള ഏറ്റവും ഭയാനകമായ ആക്രമണങ്ങൾക്കാണ് വടക്കൻ ഗാസയും അതിന്റെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളും വിധേയമാകുന്നത്. കനത്ത വ്യോമാക്രമണമാണ് ഗാസയ്ക്ക് മുകളിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ സ്ഫോടനങ്ങളാണ് ഗാസ സിറ്റിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും കെട്ടിടങ്ങളിൽ നിന്നും വലിയ തീഗോളങ്ങൾ ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹമാസ് തീവ്രവാദികളുടേതെന്ന് കരുതുന്ന നിരവധി കെട്ടിടങ്ങൾക്ക് മുകളിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ടു. നിരവധി ഹമാസ് തീവ്രവാദികളെ ഏറ്റുമുട്ടലിൽ വധിച്ചു. ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ ഗാസയിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 10,000 കടന്നു. ഗാസയിലേക്കുള്ള വാർത്താവിനിമയ ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. വടക്കൻ ഭാഗങ്ങളിൽ നിന്നും തെക്കൻ ഭാഗങ്ങളിലേക്ക് ജനങ്ങളോട് അടിയന്തരമായി മാറണമെന്നാവശ്യപ്പെട്ട് വടക്കൻ ഗാസയ്ക്ക് മുകളിൽ വീണ്ടും ഇസ്രായേലി സൈന്യം മുന്നറിയിപ്പ് കടലാസുകൾ വിതറി. ഇസ്രായേലി സൈന്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ള വൺവേ ഇടനാഴിയിലൂടെ പോകുവാനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 7 ലക്ഷം പേർ തെക്കൻ ഗാസയിലേക്ക് ഒഴിഞ്ഞുപോയി. അതേസമയം 4 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും വടക്കൻ ഗാസയിൽ തുടരുകയാണ്. ജനങ്ങളെ ഒഴിഞ്ഞു പോകുന്നതിൽ നിന്നും ഹമാസ് തീവ്രവാദികൾ തടയുകയാണെന്നും അവരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയാണെന്നും ഇസ്രായേലി സൈന്യം ആരോപിച്ചു. ഹമാസ് തീവ്രവാദികളുടെ ടണലുകൾ കേന്ദ്രീകരിച്ചും ഒളിവിലുള്ള കെട്ടിടങ്ങളെ കേന്ദ്രീകരിച്ചും രൂക്ഷമായ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു. ഗാസ സിറ്റിയിലേക്ക് കടക്കുന്നതോടെ ഹമാസ് തീവ്രവാദികൾ പുതിയ യുദ്ധമുഖം തുറക്കുമെന്നും വളരെ വലിയ ചെറുത്തുനിൽപ്പുകൾ നടത്തിയേക്കുമെന്നുമാണ് ഇസ്രായേൽ സൈന്യം പ്രതീക്ഷിക്കുന്നത്. ഇസ്രായേലിനോട് ചേർന്ന അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണവും പ്രതിരോധവും വിന്യസിക്കുന്നതിലും തന്ത്രപരമായി ഗാസ സിറ്റിക്കുള്ളിൽ ഇസ്രായേലി സൈന്യത്തിന് കനത്ത തിരിച്ചടി നൽകാൻ കഴിയുമെന്ന് ഹമാസ് തീവ്രവാദികൾ പ്രതീക്ഷിക്കുന്നതായാണ് ഇസ്രായേലി സൈന്യം കരുതുന്നത്. കരയുദ്ധം തുടങ്ങിയ ശേഷം ഇതുവരെ ഹമാസ് തീവ്രവാദികളുടെ 2500ഓളം കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേലി സൈന്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഹമാസിനെതിരെ വളരെ വലിയ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേൽ സേന ഗാസ സിറ്റിയിലെ ഹമാസ് മിലിറ്ററി കോമ്പൗണ്ടുകൾക്ക് നേരെയുള്ള ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റിയിൽ കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഗാസയിൽ ഇതുവരെ ഐക്യരാഷ്ട്രസഭയുടെ 88ഓളം പ്രവർത്തകർ കൊല്ലപ്പെട്ടതായും 45ഓളം കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടതായും UN വ്യക്തമാക്കി. 14 ലക്ഷത്തോളം ആളുകൾ അഭയാർത്ഥികളായതായും UN പറഞ്ഞു. യുദ്ധം ലെബനോനിലേക്കും വ്യാപിച്ചേക്കുമെന്ന ആശങ്കകൾക്കിടെ ഇസ്രായേലി സൈന്യം ലെബനോനിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടതെന്ന് ലെബനോനും. എന്നാൽ ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് വേണ്ടിയുള്ള ആയുധ നീക്കത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്നും ഇസ്രായേൽ സൈന്യവും ആരോപിച്ചു. അതേസമയം ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രായേലുമായി പുതിയ യുദ്ധമുഖം തുറന്നേക്കുമെന്ന ആശങ്കകൾക്കിടെ അമേരിക്കയുടെ ഒഹായോ ക്ലാസ് ആണവ അന്തർവാഹിനി മെഡിറ്ററേനിയൻ കടലിൽ എത്തിയതായി അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. ബന്ദികളെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്താതെ യാതൊരു തരത്തിലുള്ള വെടിനിർത്തലുകളെക്കുറിച്ചും ആലോചിക്കുന്നില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാഷ്ട്ര നേതാക്കന്മാരുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്ന US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ യുദ്ധത്തിന് ഒരു മാനുഷിക ഇടവേള നൽകാമെന്ന് വ്യക്തമാക്കി. വെടിനിർത്തൽ അനുവദിക്കുന്നത് ഹമാസിന് അനുകൂലമായി മാറും എന്നാണ് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട്. നിലവിൽ ചർച്ചകൾക്കായി ആന്റണി ബ്ലിങ്കൻ തുർക്കിയിൽ തുടരുകയാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സഹകരണത്തോടെ ജോർദാന്റെ വ്യോമസേന അത്യാവശ്യമായ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും പലസ്തീനിലെ ആശുപത്രികളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. തങ്ങളുടെ പലസ്തീൻ സഹോദരങ്ങളുടെ കൂടെ ശക്തമായി നിലകൊള്ളുമെന്നും ജോർദാൻ വ്യക്തമാക്കി. അതേസമയം ഗാസയെ ചരിത്രത്തിൽ നിന്നും ഇല്ലാതാക്കാൻ അനുവദിക്കില്ലെന്നും യുദ്ധത്തിന് ശേഷവും പലസ്തീനികളുടേതായി ഗാസ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തണമെന്നും തുർക്കി പ്രസിഡന്റ് തയ്യിദ് എർദോഗൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഗാസ അധിനിവേശം തങ്ങളുടെ ലക്ഷ്യമല്ലെന്നും ഹമാസ് ഉന്മൂലനമാണ് ലക്ഷ്യമെന്നും ഇസ്രായേൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. യുദ്ധം രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ സ്ഥിതിഗതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗം നാളെ ചേരുന്നുണ്ട്. ഗാസയിൽ ഹമാസിന്റെ ശക്തി കേന്ദ്രമായ സ്ഥലം പിടിച്ചെടുത്തതായും 450ഓളം തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ തകർത്തതായും ഇസ്രായേലി സൈന്യം വ്യക്തമാക്കി.